നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വളരെ ഇഷ്ടമുള്ള ഒരു മത്സ്യ വിഭവമാണ് അല്ലെങ്കിൽ ഒരു മത്സ്യമാണ് മത്തി, മത്തിക്കറി, മത്തി പൊള്ളിച്ചത്, അങ്ങനെയുള്ള വിവിധ ഇനം വിഭവങ്ങൾ ഈ മത്സ്യം ഒക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മത്തിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്, മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് പണി കിട്ടും. കേരള തീരത്ത് കഴിഞ്ഞ വർഷം മത്തി കുഞ്ഞുങ്ങളുടെ അപ്രതീക്ഷിതമായി വർദ്ധിച്ചതിന് തുടർന്നുണ്ടായ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾക്കും കാരണം മൺസൂൺ മഴയിലെ മാറ്റങ്ങളാണെന്ന കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പുതിയ പഠനം വരികയാണ്. അതായത് കേരള തീരത്ത് കഴിഞ്ഞ വർഷം മത്തി കുഞ്ഞുങ്ങളുടെ അപ്രതീക്ഷിതമായി വർദ്ധിച്ചതിന്, അതായത് മത്തി കുഞ്ഞുങ്ങളുടെ എണ്ണം അപ്രതീക്ഷിതമായി വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വസ്തുവിന്റെ എണ്ണം, ഒരു ജീവന്റെ എണ്ണം വളരെ വലിയ രീതിയിൽ തന്നെ കൂടുമ്പോൾ അത് സാമ്പത്തികമായും പാരിസ്ഥിതികമായും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ആ പ്രത്യാഘാതത്തിന് കാരണം മൺസൂൺ മഴയിലെ മാറ്റങ്ങളാണെന്നാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മത്തിയുടെ ലഭ്യതയിൽ വലിയ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് പഠനം വ്യക്തമാക്കുകയാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗമായ മത്തിയുടെ ലഭ്യതയിൽ സമീപകാലങ്ങളിൽ വലിയ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. 2012 സംസ്ഥാനത്ത് 4 ലക്ഷം ടൺ എന്ന റെക്കോർഡ് അളവിൽ ലഭിച്ച മത്തി 2021 വെറും 3500 ടണ്ണായി കുത്തനെ കുറഞ്ഞു. എന്നാൽ കഴിഞ്ഞ വർഷം ശരാശരി 10 സെന്റിമീറ്റർ വലിപ്പമുള്ള കുഞ്ഞൻ മത്തി കേരള തീരത്ത് വൻതോതിൽ പ്രത്യക്ഷപ്പെട്ടു. കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ഇവ കൂട്ടത്തോടെ കരക്കടിയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. കൊച്ചി, വിഴിഞ്ഞം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ജൈവശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ വിശകലനം ചെയ്താണ് CMFRI പഠനം നടത്തിയത്. കഴിഞ്ഞ വർഷം അനുകൂലമായ മൺസൂൺ മഴയും പോഷക സമൃദ്ധമായ അടിത്തട്ടിലെ ജലം മുകളിലേക്ക് വരുന്നതും മത്തി ലാർവകളുടെ പ്രധാന ഭക്ഷണമായ സൂക്ഷ്മ പ്ലവകങ്ങൾ പെരുകാൻ കാരണമായി. ഇതോടെ ലാർവകളുടെ അതിജീവനം കൂടുകയും മത്തി കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ അത്ഭുതകരമായിട്ടുള്ള വർധനവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത്ഭുതപൂർണ്ണമെന്ന് തന്നെയാണ് ഈ ഒരു വർധനവിനെ കണ്ട വിദഗ്ധരടക്കമുള്ളവർ വിളിച്ചത്. എന്നാൽ മത്തി കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയതോടുകൂടി അവയുടെ ഭക്ഷ്യ ലഭ്യതയിൽ ക്രമേണ കുറവുണ്ടായി. ഇത് അവരുടെ വളർച്ച മുരടിക്കുന്നതിനും തൂക്കം കുറയുന്നതിനും കാരണമായി. ഇതോടെ വിപണിയിൽ മത്തിയുടെ വില കുത്തനെ ഇടിയുകയും മത്തി കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. സൂക്ഷ്മ പ്ലവകങ്ങളുടെ അളവ് പോലെയുള്ള ആവാസ വ്യവസ്ഥയിലെ ഉൽപാദനക്ഷമതയാണ് മത്തിയുടെ ലഭ്യതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്നും പഠനം കണ്ടെത്തി. സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങളും മത്തിയുടെ പ്രജനനത്തെയും വ്യാപനത്തെയും ബാധിച്ചിരിക്കാമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഓരോ മത്സ്യത്തിനും അനുയോജ്യമായ ഹ്രസ്വകാല മുന്നറിയിപ്പുകൾ ഫോർകാസ്റ്റ് വേണമെന്ന പഠനം നിർദ്ദേശിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായി മത്സ്യബന്ധന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാൻ അനിവാര്യമാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ CMFRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ യു ഗംഗ പറയുന്നു. പഠനം കറന്റ് സയൻസ് ജേർണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ ചിലർ ഇതിനെ തന്നെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അതങ്ങനെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയാനുള്ളതല്ല. കാരണം വരാൻ പോകുന്ന വിപത്തുകൾ നമ്മുടെ സാധാരണ സ്വജീവത്തെ കൂടി ബാധിക്കും, സ്വൈര്യജീവത്തെ കൂടി പൂർണ്ണമായി ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ തരുമ്പോൾ അത് നമുക്ക് കാര്യമായി എടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്.